മനുഷ്യഹൃദയത്തെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകളാണ് ഇന്ന് മലയാളം ഫാക്ട്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു മലയാളം ഫാക്ട്സ്. ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം? അത് മറ്റൊന്നുമല്ല, ഹൃദയമാണ്. എന്തുകൊണ്ടാണ് ഹൃദയം ഇത്രയും പ്രധാനപ്പെട്ടതായത്? നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും നിലനിൽക്കാൻ ഓക്സിജൻ ആവശ്യമാണ്. രക്തമാണ് ഈ ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത്. ശ്വാസകോശത്തിലെത്തുന്ന വായു അവിടെ വച്ച് രക്തത്തിൽ കലരുന്നു. ഹൃദയം ഒരു പമ്പാണ്. എന്നാൽ സാധാരണ പമ്പുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ യന്ത്രഭാഗങ്ങളൊന്നും ഹൃദയത്തിനില്ല. കരുത്തുറ്റ പേശികളാൽ നിർമ്മിതമായ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് രക്തം പ്രവേശിച്ചാലുടൻ മർദ്ദം പ്രയോഗിച്ച് സ്വയം ചുരുങ്ങും. ഇങ്ങനെ ചുരുങ്ങുമ്പോൾ രക്തം ധമനികളിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഹൃദയം ചുരുങ്ങി നിവരുമ്പോൾ വീണ്ടും രക്തം നിറയും. തുടർന്ന് ഈ പ്രവർത്തനം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. വെറും 300 ഗ്രാം ഭാരവും ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയോളം മാത്രം വലിപ്പവുമുള്ള അവയവമാണ് ഹൃദയം. എന്നാൽ ഇത് ചെയ്യുന്ന ജോലി അമ്പരപ്പിക്കുന്നതാണ്. ഒരാൾക്ക് ചന്ദ്രനിൽ പോയി വരാനാവശ്യമായ ഇന്ധനം ജ്വലിച്ചാലുണ്ടാകുന്നത്രേ ഊർജം ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയം ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഉണ്ടാകുമത്രേ. ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും തുടർച്ചയായി ഓക്സിജൻ ലഭിച്ചാൽ ഹൃദയം പ്രവർത്തിക്കും. ഹൃദയവും മനസ്സും തമ്മിൽ വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയില്ല. നമുക്ക് പ്രിയപ്പെട്ടവരെ നാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് സ്വീകരിക്കാറുള്ളത്. മനസ്സു വേദനിച്ചാൽ ഹൃദയം നൊന്തു എന്ന് നമ്മൾ പറയും. മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ നമ്മൾ നെഞ്ചിൽ കൈവയ്ക്കുന്നതും സാധാരണമാണ്. മനസ്സിൻ്റെ സ്ഥാനം ഹൃദയമാണെന്നാണ് പണ്ടുതൊട്ടേ നമ്മുടെ ധാരണ. എന്നാൽ മനസ്സിൻ്റെ കേന്ദ്രം തലച്ചോറാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഹൃദയം നെഞ്ചിൻ്റെ ഇടതുഭാഗത്താണെന്നാണ് പറയാറ്. എന്നാൽ നെഞ്ചിൻ്റെ മധ്യത്തിൽ നെഞ്ചിൻ കൂടെന്ന അസ്ഥികവചത്തിനുള്ളിലാണ് ഹൃദയം ഉള്ളത്. പക്ഷേ ഹൃദയത്തിൻ്റെ പ്രധാന അറകളെല്ലാം ഇടത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു. ഡോക്ടർമാർ രോഗികളുടെ കൈത്തണ്ടയിൽ വിരലുകൾ വച്ച് പരിശോധിക്കുന്നത് കണ്ടിട്ടില്ലേ? നാഡിമിടിപ്പ് അഥവാ പൾസ് നോക്കുന്നതാണത്. ഹൃദയം ചുരുങ്ങുന്നതിൻ്റെ ഫലമായി മഹാധമനിയിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദതരംഗമാണ് പൾസായി മാറുക. ഒരു വിദഗ്ധ ഡോക്ടർക്ക് ഈ പരിശോധനയിലൂടെ ഹൃദയപ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ കണ്ടെത്താൻ കഴിയും. ഹൃദയത്തിൻ്റെ അറകൾ രക്തം സ്വീകരിക്കുമ്പോൾ വികസിക്കുകയും രക്തം പമ്പ് ചെയ്യുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്നു. ഇത്തരം ഒരു സങ്കോചവും വികാസവും ചേർന്നതാണ് ഹൃദയചക്രം അഥവാ കാർഡിയാക് സൈക്കിൾ. സങ്കോചത്തെ സിസ്റ്റോൾ എന്നും വികാസത്തെ ഡയസ്റ്റോൾ എന്നുമാണ് പറയുക. സിസ്റ്റോളും ഡയസ്റ്റോളും ചേർന്നതാണ് ഒരു കാർഡിയാക് സൈക്കിൾ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. 1835 ജൂലിയസ് ഹാരിസൺ എന്നയാളാണ് ആദ്യത്തെ സിഗ്മോമാനോമീറ്റർ നിർമ്മിച്ചത്. 1896 ഇറ്റലിക്കാരനായ സ്കിപ്പിയോ ഡി വോറോച്ചി ഇത് പരിഷ്കരിച്ചു. അതാണ് ഇന്ന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന മെർക്കുറി മീറ്റർ. പ്രായം കൂടുന്തോറും രക്തക്കുഴലുകൾക്ക് കട്ടി കൂടും. വയറു നിറയെ ഭക്ഷണം കഴിച്ച ഉടൻ BP നോക്കരുത്. ഭക്ഷണശേഷമുള്ള രക്തസമ്മർദ്ദം 4 മുതൽ 6 മില്ലിമീറ്റർ വരെ കൂടുതലായിരിക്കും. വയറു നിറയുമ്പോൾ ഹൃദയത്തിന്മേലുള്ള സമ്മർദ്ദം ഏറുന്നു. ഇത് ഹൃദയസ്പന്ദന നിരക്ക് വർദ്ധിപ്പിക്കും. BP കൂടാൻ കാരണമിതാണ്. കൂടാതെ ഈ സമയം അഡ്രിനൽ ഗ്രന്ഥിയിൽ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും BP കൂട്ടുന്നു. കൂടുതൽ വീഡിയോകൾക്കായി മലയാളം ഫാക്ട്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ.